വയനാട്ടിലെ നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതം. കണ്ടാലുടൻ മയക്കുവെടിവെക്കും. മരിച്ച രാധിയുടെ സംസ്കാരം ഇന്ന്. മാനന്തവാടിയിൽ ഹർത്താൽ. വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് കണ്ണൂരിൽ തുടക്കം. പാലക്കാട് വാദിയാർ ചള്ളയിൽ കാട്ടാനയാക്രമണം. ചവിട്ടേറ്റ കർഷകൻ ആശുപത്രിയിൽ. ആന ചവിട്ടിയത് വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ വെച്ച്. തമിഴ്നാട് നീലഗിരിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു. കൂത്താട്ടുകുളം കടത്തിക്കൊണ്ടുപോകൽ വിവാദത്തിനിടെ CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പങ്കെടുക്കുന്നത് 417 പ്രതിനിധികൾ. മാടായി കോളേജിന് പിന്നാലെ പയ്യന്നൂർ കോളേജിലും നിയമന വിവാദം. CPIM ബന്ധമുള്ളയാൾക്ക് നിയമനം നൽകാനുള്ള നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ്. പ്രതിസന്ധിയിലായി കണ്ണൂർ DCC നേതൃത്വം. CPM ഭരിക്കുന്ന നേമം സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം കിട്ടാതായിട്ട് 7 മാസം. ഇന്ന് ബാങ്കിന് മുന്നിൽ പട്ടിണിക്കഞ്ഞി സമരം. നേമം പോലീസിൽ പരാതി നൽകി 400ഓളം പേർ. പത്തനംതിട്ടയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി. മരിച്ചത് കലർഞ്ഞൂർ സ്വദേശി മനു. പ്രതി ശിവപ്രസാദ് പിടിയിൽ. ാം റിപ്പബ്ലിക് ദിനാഘോഷ ഒരുക്കങ്ങളിൽ രാജ്യം. മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോ. പത്മ പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ADGP P. വിജയന വിശിഷ്ട സേവാ മെഡൽ. ബന്ദികളുടെ മോചനം തുടരുന്നു. ഹമാസ് ബന്ദികളാക്കിയ 4 വനിതാ സൈനികരെ ഇന്ന് മോചിപ്പിക്കും. 200ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം T20 ഇന്ന് ചെന്നൈയിൽ. രവി ബിഷ്ണോയിക്ക് പകരം മുഹമ്മദ് ഷബി ഇന്നിറങ്ങും.